അമേരിക്കൻ രാഷ്ട്രീയമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. അവിടെ ഇപ്പോൾ നടന്ന വധശ്രമവുമായി ബന്ധപ്പെട്ട് മാറി മറിയുന്ന രാഷ്ട്രീയ പരിതസ്ഥിതികൾ ലോകത്തിന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്, ലോകത്തിന് അതിന് എത്രത്തോളം ഗുണമുണ്ടാകും എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോഴുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രസംഗങ്ങളും ജനകീയപരമായിരിക്കുന്ന അഭിപ്രായങ്ങളും അതോടൊപ്പം മാധ്യമ മീഡിയകളുടെ നിലപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമമാണ്. വധശ്രമം നടന്നു എന്നത് മാത്രമല്ല അവിടുത്തെ വിഷയം. സുരക്ഷാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പാളിച്ചകൾ, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാഷ്ട്രമെന്നും സുരക്ഷിതമായിരിക്കുന്ന ഭരണാധികാരികളെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻ പ്രസിഡന്റിന് തന്നെ സുരക്ഷിതമില്ലാത്ത ഒരു സംവിധാനം വന്നിരിക്കുന്നു എന്ന് ലോകം വിളിച്ചു പറയുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ വിയർക്കപ്പെടുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് അമേരിക്കയിലുടനീളം ഇപ്പം നിലനിൽക്കുന്നത്. ചോദ്യം ഇതാണ്: ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി വന്നാൽ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്ന്. എന്തെല്ലാം പങ്കാളിത്തം ഡൊണാൾഡ് ട്രംപിന് യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആ നിലപാടുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നതാണ് വളരെ പ്രാധാന്യമായ രീതിയിലുള്ള ചർച്ചയായിട്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ട്രംപ് മാറ്റങ്ങൾ കൊണ്ടുവരുമോ? അദ്ദേഹം വന്നാൽ യുദ്ധാവസാനം ഉണ്ടാവുമോ? പറയപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എങ്ങനെയൊക്കെയാണ് ട്രംപ് ലോക രാഷ്ട്രങ്ങളെയും രാഷ്ട്ര ഭരണാധികാരികളെയും അറേബ്യൻ മേഖലയെയും യൂറോപ്യൻ മേഖലയൊക്കെ നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ട്രംപിന്റെ സ്വഭാവ രീതികളെക്കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ സൈനിക കമാൻഡർ ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്ന് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയങ്ങൾ ലോകത്തുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ചയിൽ വന്ന വിഷയമാണ്. എങ്ങനെയായിരുന്നു കമാൻഡർ കൊല്ലപ്പെട്ടത് എന്നതിന്റെ വ്യക്തമായിരിക്കുന്ന റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ലോകത്തിന് മുൻപിൽ ഇറാൻ സമർപ്പിച്ചു. അതിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട്. ഇറാനാണ് അതിന്റെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്തത്. കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ വധശ്രമം നടത്തിയത് അമേരിക്കയാണ്. അമേരിക്ക വധശ്രമം നടത്തിയെന്ന് മാത്രമല്ല, ലൈവായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് അത് നോക്കിക്കണ്ടു എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് അതിന് പ്രതികാരം എന്ന് പറഞ്ഞ പോലെ ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതിന് പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലക്ക് ഇറാൻ ഔദ്യോഗികപരമായി അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അക്രമമുണ്ടായി, മരണമുണ്ടായി, അതിന് പ്രത്യാക്രമണം ഉണ്ടായി. ഇറാനുമായി ഡൊണാൾഡ് ട്രംപ് ഒരു കാലത്തും നല്ല ബന്ധമല്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഉദാഹരണമാണ് ഇറാന്റെ സൈനിക കമാൻഡറെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അന്നത്തെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത് എന്നത്. അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖല, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയെല്ലാം ഡൊണാൾഡ് ട്രംപ് വന്നത് വലിയ പ്രയാസത്തോടു കൂടിയാണ് എതിരേറ്റത്. ഓരോരോ അറബ് രാജ്യങ്ങളും ട്രംപ് വന്നതിന് നീരസം പ്രകടിപ്പിക്കുകയും എന്നാൽ തങ്ങളോട് സഹകരിക്കുന്ന രീതിയിൽ, അതായത് അമേരിക്കയുടെ പാരമ്പര്യമനുസരിച്ച് അറബ് മേഖലയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ അറേബ്യൻ മേഖലയുള്ള രാഷ്ട്രങ്ങൾ പ്രതികരിച്ചത്. അങ്ങനെയാണ് ആ റൂട്ടൊക്കെ പോയത്. അപ്പൊ അറേബ്യൻ മേഖലയായും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായും നല്ലൊരു സൗഹൃദ ബന്ധം യഥാർത്ഥത്തിൽ ട്രംപിന് ഇല്ലായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. നമ്മൾ അങ്ങനെ പോയി റഷ്യയിലെത്തുന്ന സമയത്ത് റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിനുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപുമായി നല്ല സൗഹൃദ ബന്ധമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ആയുധ ശക്തികളുമാണ് ഒന്ന് അമേരിക്കയും രണ്ടാമത്തത് റഷ്യയും എന്നുള്ള കാര്യം നമുക്കറിയാം.
ഈ സൈനിക ശക്തികൾ എല്ലാ കാലങ്ങളിലും വ്യത്യസ്ത മേഖലകളിൽ പരസ്പരം പോരടിക്കാറുണ്ട്, ഏറ്റുമുട്ടാറുണ്ട്. അതിന് പല കാരണങ്ങളും പല സാഹചര്യങ്ങളും പല ചുറ്റുപാടുകളും പല ഭൂമികളും പല വ്യക്തികളും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികം. നമ്മൾ ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയും ഉക്രൈൻ തമ്മിലാണോ ഏറ്റുമുട്ടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. റഷ്യ സഹായിക്കാൻ വേണ്ടി ഒരു കൂട്ടം രാജ്യങ്ങൾ വേറെയും ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക അടങ്ങുന്ന മറ്റൊരു സംഘം വേറെയുണ്ട്. അങ്ങനെ ലോക സൈനിക ശക്തികളുടെ ആയുധ പരീക്ഷണം അല്ലെങ്കിൽ ബല പരീക്ഷണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധം കാണുന്നത്. ആ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ജോ ബൈഡനും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കാലത്തും നല്ലൊരു ബന്ധം ഉണ്ടായതായി റിപ്പോർട്ടിലൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ട്രംപുമായി പുടിന് നല്ല ബന്ധമാണ് എന്ന് മാത്രമല്ല, ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും എന്നും അവസാനിപ്പിക്കും എന്നുള്ള വാക്കാണ് ട്രംപ് പറഞ്ഞു. അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി സ്വരമല്ല ഉദ്ദേശിക്കുന്നത്, സൗഹൃദ നിലക്ക് അവസാനിപ്പിക്കും. കാര്യം ഞാനും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ വലിയ ബന്ധമാണ് എന്ന തരത്തിലാണ്. ഈ നിലപാടിനെ, ഈ അഭിപ്രായത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്തു എന്ന് പറയുന്നതും വളരെ പ്രശംസനീയമാണ്. ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ നടന്നിരുന്നു. ഒരു ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി ശ്രമം നടത്തി. പിന്നെ അറേബ്യൻ മേഖലയിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അങ്ങനെ നടന്നു. പിന്നീട് തുർക്കിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇറാന്റെ നേതൃത്വത്തിൽ നടന്നു. ഇറാൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ്, പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാനോട് പോലും ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടാനും പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയും ആവശ്യപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, യുദ്ധവിരാമത്തിന് വേണ്ടി 2 ഫോർമുല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്ന്, ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയിൽ ഞങ്ങൾ വിട്ടുപോകുകയില്ല, ആ പ്രദേശം ഞങ്ങളുടേതായിട്ട് ഉക്രൈൻ പ്രഖ്യാപിക്കുകയുമാണ്. അതിന് ഉക്രൈൻ പറഞ്ഞ മറുപടി, പിടിച്ചെടുത്തു എന്ന് പറയുന്ന പ്രദേശം ഉക്രൈന്റെ രാജ്യത്തിന്റെ ഭാഗമാണ്, അത് ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ തന്നെ യുദ്ധവിരാമം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. അപ്പൊ എന്ത് നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ മുമ്പിൽ വെക്കുക എന്നതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു അഭിപ്രായം പറയുന്നത്, നിലവിലെ സാഹചര്യം ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. നമുക്കും അങ്ങനെ വിലയിരുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ ട്രംപ് ഏകദേശം അമേരിക്കയുടെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ശതമാനം ആളുകൾ ട്രംപിനെ വിമർശിക്കുന്നവരും ട്രംപിന് അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. കാര്യമെന്ന് പറയുന്നത് വെടിവെപ്പ് എന്ന് മാത്രമല്ല, വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. കൊല്ലാൻ വേണ്ടിയാണ് വെടിവെച്ചതെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ പിന്നാമ്പുറ കഥകളും അതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോഴും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കട്ടെ. പക്ഷെ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമുക്കും അറിയാവുന്നതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റാണ്. വെടിവെച്ചത് 50 മീറ്റർ അകൽച്ചയിലെന്നും 130 മീറ്റർ അകൽച്ചയിലെന്നും 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. 2 റിപ്പോർട്ടിൽ അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. 125 130 മീറ്റർ അകൽച്ചയിലാണെങ്കിലും ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്രയും അകൽച്ചയിൽ ഒരു തോക്കും പിടിച്ച ഒരു വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കാൻ സാധ്യതയുള്ളത് കാണാൻ വേണ്ടിയിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു പാളിച്ചയാണ്. അതിനേക്കാൾ വലിയ തെറ്റായിരിക്കുന്ന കാര്യമാണ് ഈ കൊലപാതക ശ്രമം നടത്തിയ വ്യക്തിയെ സൈനികർ വെടിവെച്ച് കൊന്നു എന്നുള്ളത്. വെടിവെക്കാതെ കൊലപ്പെടുത്താത്ത രീതിയിൽ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് രഹസ്യ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം വെടിവെച്ച് കൊന്നതും സംശയം ജനിപ്പിക്കുന്ന കാര്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൽ യഥോവിധം ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ റഷ്യ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് റഷ്യ പോകാതെ അവിടെ തന്നെ നിൽക്കുക. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്നുള്ള അഭിപ്രായം പറയാം. അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കാനുള്ള ആദ്യഘട്ടത്തിലുള്ള ഒരു മധ്യസ്ഥ ശ്രമം ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒഴിഞ്ഞു പോകാൻ റഷ്യയോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞാൽ ഒരിക്കലും റഷ്യ ഒഴിഞ്ഞു പോകില്ല എന്നുള്ളതും, ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി ഉക്രൈനോട് പറഞ്ഞാൽ ഭൂമി വിട്ടുകൊടുക്കില്ല എന്നുള്ളതും ഏറെക്കുറെ കൃത്യമായിരിക്കും സത്യം തന്നെ. 2 ആളുടെയും അഭിമാന പ്രശ്നമാണ്. 2 വ്യക്തികളുടെയോ 2 രാജ്യത്തിന്റെയോ മാത്രമല്ല,
ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളുടെ അഭിമാന പ്രശ്നമായി ഉക്രൈൻ മാറിയതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള അങ്കക്കുറി വളരെ വലുതാണ്. അപ്പോൾ യുദ്ധത്തിലുള്ള താൽക്കാലിക വിരാമം എന്ന് പറഞ്ഞാൽ ഇനിയൊരു അക്രമം ഉണ്ടാവരുത്, പിടിച്ചെടുത്ത ഭൂമിയെക്കുറിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, കുറച്ച് ശാന്തമായ രീതിയിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് യുദ്ധം താൽക്കാലികപരമായി നിർത്താനുള്ള സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത് എന്നുള്ള ഒരു പൊതുധാരണയും ഒരു കരാർ വ്യവസ്ഥയും ഉണ്ടാവും. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാന ശ്രമത്തിന്റെ ഭാഗമായി പിന്നീട് പുതിയ നിർദ്ദേശങ്ങളോ പുതിയ അഭിപ്രായങ്ങളോ വരാനുള്ള സാധ്യതയാണ്. അതോടുകൂടി എന്താണെന്ന് പറയുക, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റഷ്യ ആണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും റഷ്യയിലെ ജനങ്ങളാണെങ്കിലും ഉക്രൈനിലെ ജനങ്ങളാണ് വലിയ രീതിയിലുള്ള ഭയപ്പാടിലും പ്രയാസത്തിലും വിഷമത്തിലാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഭൂമിയുടെ അകത്ത് കയറി തന്നെ ഉക്രൈൻ ആക്രമിക്കുന്ന രീതി 2-3 ഘട്ടത്തിൽ ഇപ്പോൾ നടന്നിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ട് അക്രമങ്ങൾ തുടർച്ചയായിട്ട് റഷ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പരിധിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കാഠിന്യമാണ് എന്നതിന്റെ ഒരു വ്യക്തമായിരിക്കുന്ന വിവരങ്ങളും പല ഘട്ടത്തിലും പുറത്തു വരാറില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളതാണ്. 10ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ മുൻപുള്ള സ്ഥിതിവിശേഷം വെച്ച് നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളോട് വല്ലാതൊന്നും മതിപ്പുകളോ താല്പര്യങ്ങളോ ഇല്ലാത്ത വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ഭരണം നടത്തുന്ന ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളോട് ജോ ബൈഡന് നല്ല ബന്ധമാണ്. അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കണമെന്ന് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് ജോ ബൈഡൻ. എന്നാലോ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ ജയിക്കണം എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ. നേരെ മറിച്ച് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അറബ് മേഖലയുമായിട്ട് ട്രംപിന് വല്ലാത്തൊരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ താല്പര്യം അദ്ദേഹം കാണിച്ചിട്ടുള്ള ഭരണസമിതി അതിന് മാറ്റങ്ങൾ ഉണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഏറെക്കുറെ അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാലസ്തീൻ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ യുദ്ധമില്ലാത്തൊരു സാഹചര്യം ഉക്രൈനിലും റഷ്യയിലും ഉണ്ടാവാൻ, അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ, ഒരു രീതി അവിടെ പ്രകടമാവുകയാണെങ്കിൽ പിന്നീട് രണ്ടാമത്തെ ഊയം എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ളതാണ്. വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ വിരോധിയായിട്ടൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. എന്നാലും പലസ്തീൻ അനുകൂലമായ രീതിയിൽ അഭിപ്രായത്തിലേക്ക് എത്താൻ കാര്യം ഇറാനുമായിട്ടുള്ള നല്ലൊരു ബന്ധമാണ്. അതോടൊപ്പം തന്നെ കൊറിയയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ വലിയ ബന്ധമാണ് റഷ്യ എന്നതിനാൽ അങ്ങനെ ഒരു യുദ്ധവിരാമം റഷ്യയും ഉക്രൈനും തമ്മിൽ ഉണ്ടാവുന്ന സമയത്ത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ തീർക്കാൻ ഒരു പക്ഷേ പുടിൻ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയും ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ട്രംപുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മധ്യസ്ഥതയ്ക്ക് പുടിൻ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാനുള്ള സാധ്യതയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പൊ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടർക്കും മടുത്തിരിക്കുന്ന ഒരു യുദ്ധമാണ്. ആരും വിജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത യുദ്ധമാണ്. അതിന്റെ കൊടിയ ദുരന്തങ്ങളും ജനങ്ങൾ മുഴുവനും അനുഭവിക്കുന്നു എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുനമ്പിൽ നിന്ന് വീണ്ടും അക്രമം നടത്താൻ വേണ്ടി സൈനികർക്കും താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭരണാധികാരികൾക്കും ഇത് സംബന്ധമായ രീതിയിൽ വലിയ തലവേദനയുണ്ട്, വലിയ സാമ്പത്തിക തകർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യ പുരോഗതിക്ക് ഇതെല്ലാം വലിയ വിലങ്ങ് തടിയാണ്. ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ മുൻപിലും വല്ലാതെ രീതിയിൽ ചെറുതായി പോകുന്നുണ്ട്. കാര്യമെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യത്തിന്റെ പേരും റഷ്യ എന്നാണ്. അത്തരമൊരു രാജ്യം കഴിഞ്ഞ 2 വർഷമായി യുദ്ധം ചെയ്യുന്നു. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അത് സൈനികപരമായി നോക്കുന്ന സമയത്ത് ലോകത്തെ സൈനിക ശക്തിയിൽ 30ാം സ്ഥാനത്തോ അതിന്റെ താഴെയോ ആണ് നിൽക്കുന്നത് ഉക്രൈൻ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കഴിഞ്ഞാൽ റഷ്യയാണ്. അതല്ലെങ്കിൽ ആണവായുധത്തിൽ റഷ്യ 1ാം സ്ഥാനത്താണ്. അപ്പോൾ ഏറ്റവും ശക്തിയുള്ള സൈനിക ബലമുള്ള രാജ്യമാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്ന ഒരു പ്രയാസം, ഒരു മാനക്കേടും റഷ്യക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ഒരു സമാധാനത്തിന്റെ വഴികൾ കാണുന്നത്, അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്നത്, ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചേർത്തുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു. അതിനിടയിൽ ഈ പലസ്തീനുമായിട്ടുള്ള ബന്ധത്തിൽ മധ്യസ്ഥർ മുഖാന്തരം വിഷയങ്ങൾ തീർന്നിട്ടില്ലെങ്കിലോ
അതല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ലെങ്കിലോ ഉള്ള അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. കാരണം നമ്മൾ അറിയാതെ, നമ്മൾ കേൾക്കാതെ, ലോകത്തുള്ള മീഡിയക്കാരൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ പല ഘട്ടങ്ങളിലും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനമൊന്നും അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പക്ഷേ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ, നടക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം യുദ്ധം നീണ്ടു പോവുകയാണ്. 10ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. ഉക്രൈൻ യുദ്ധം 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടും വലിയ ശക്തിയായിട്ടാണ് ഏറ്റുമുട്ടുന്നതാണെങ്കിൽ, പ്രതിരോധിക്കുന്നതാണെങ്കിൽ ചെറിയ ശക്തികളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ കാണുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോ ബൈഡൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഉക്രൈൻ യുദ്ധം വീണ്ടും ശക്തിയാവുകയാണ് ചെയ്യുക. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഫലസ്തീന്റെ മേഖല ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ ആരംഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനകീയപരമായ രീതിയിലുള്ള വലിയ അഭിപ്രായ മാറ്റങ്ങൾ, ട്രംപിന് അനുകൂലമായ രീതിയിലും അത് കോടതിയുടെ അനുകൂലമായിരിക്കുന്ന ഒരു വിധി പ്രസ്താവന ഇതിന്റെ ഇടയിൽ തന്നെ ട്രംപിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ വേണ്ടി ട്രംപിന് സാധിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ട്രംപ് ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ലോകത്താകമാനമുള്ള സമാധാന പ്രിയർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് എന്തെല്ലാം മോശമുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈഡനേക്കാണ് യുദ്ധവിരാമത്തിന്, ഈ നിലനിൽക്കുന്ന യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ബൈഡൻ അല്ല സാധിക്കുക, ഡൊണാൾഡ് ട്രംപിനാണ് സാധിക്കുക എന്ന അഭിപ്രായം ഏറെക്കുറെ പരസ്യമായി തന്നെ പ്രകടമായി നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.